ഗൈസ് എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്കെ എന്തായാലും രാത്രി എന്തായാലും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എന്തായാലും ഒരു ബാറിൽ എന്തായാലും കയറി കുറച്ചെന്തായാലും അടിച്ചിട്ട് എന്തായാലും വരെയായിരുന്നു. എൻ്റെ പോയിന്റ് നമ്മുടെ ഫ്രാങ്ക്ലിന് ഒട്ടും തന്നെ എന്തായാലും വയ്യായിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിന് എന്തായാലും കുഴഞ്ഞൊക്കെയാണ് എന്തായാലും പോണേന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിന് ഫുൾ കൺട്രോൾ എന്തായാലും പോവുകയാണ്. എൻ്റെ പോയിന്റ് നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ച് തന്നെ വന്നത് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ്. ഇത് എന്തൊക്കെയാണ് അത് സംഭവിക്കണമൊക്കെ. ഫ്രാങ്ക്ലിനാണെങ്കിൽ ഒട്ടും തന്നെ ബോധമല്ല. അവിടെ ഇവിടെയിട്ടൊക്കെ ആയിട്ട് എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. നമ്മളവിടെ ഷിൻജാനെ വിളിച്ചിട്ടില്ലായിരുന്നു. ഷിൻജാൻ വീട്ടിലുണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് അറിഞ്ഞൂടെ. എൻ്റെ പൊന്നെ നമ്മൾ തന്നെ വെള്ളത്തിൽ വരെ വീണ്. പക്ഷെ എൻ്റെ ഫ്രാങ്ക്ലിന് ഒട്ടും ബോധമല്ല കേട്ടോ. എൻ്റെ ഇതാണ് തലമണ്ടൊക്കെ നേരെ ഡിഫൻഡറെ കൊണ്ട് ഇടിച്ചിട്ടുണ്ടോക്കെ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും കയറാൻ കഴിച്ചൊക്കെ. പക്ഷെ എൻ്റെ ബാറിൽ കയറട്ടായിരുന്നു വെച്ചാൽ ഞാൻ ചുമ്മാ എന്തായാലും ബാറിൽ കയറിയതാണ് സിനിമയെ കണ്ടിട്ടൊക്കെ. പക്ഷെ എൻ്റെ അമ്മച്ചി തലമണ്ട പൊളിഞ്ഞോക്കെ. പക്ഷെ എൻ്റെ അപ്പോ പിന്നെ വേണ്ട തല ഇടിച്ചോക്കെ. പക്ഷെ എൻ്റെ അപ്പോ എന്താ അവസ്ഥയാണല്ലേ എൻ്റെ അമ്പോ. പക്ഷെ എൻ്റെ അപ്പോ പിന്നെ ഇടിച്ച് ഫ്രാങ്ക്ലിൻ്റെ ഫുൾ കൺട്രോൾ പോയിട്ട് എന്തായാലും രാവിലെ എണീറ്റിട്ട് എന്തായാലും ഇനി കാണാം. ഓക്കെ ഗായ്സ്. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനും കണക്കെ എന്തായാലും ഫൈനലി ഇങ്ങനെ രാവിലെ കണക്കെ എണീറ്റിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിന് എന്തായാലും ഇന്നലെ ഒട്ടും തന്നെ എന്തായാലും ബോധമല്ലായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്കെ എന്തായാലും ഫുള്ളായിട്ട് നല്ല കള്ളു പിടിച്ചിട്ട് എന്തായാലും വരായിരുന്നു ഗൈസ്. ഓക്കെ അതുകൊണ്ട് തന്നെ ഒട്ടും ബോധമല്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ എന്തായാലും ചാടി കുളിക്കാൻ ഗൈസ്. ഓക്കെ കാരണം ദേഹത്ത് ഫുൾ അഴുക്കാണ് ഗൈസ്. ഓക്കെ ഞാൻ ജസ്റ്റ് എന്തായാലും ഡ്രസ്സ് എന്തായാലും ഒന്ന് മാറിയതേ ഉള്ളൂ. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിന് എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ എന്തായാലും കുളിക്കുകയാണ്. എന്തായാലും കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പം എന്തായാലും ഓക്കെ ആണ്. ഓക്കെ നമ്മൾ ഫുള്ളായിട്ട് കള്ളെല്ലാം കുടിച്ചിട്ട് നമ്മൾ ബോധമല്ലാതെ വണ്ടിയൊക്കെ ഓടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഭാഗ്യ വണ്ടി എടുത്തവരടുത്തും കൊണ്ട് ഇടിച്ചില്ല. ഓക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ടാക്കും നമ്മുടെ BMW. ഓക്കെ നമ്മുടെ ഷിൻജാൻ ഇതിനായിട്ട് എണീറ്റില്ല. ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഷിൻജാനെ പോയി എന്നാലും വിളിച്ചിട്ടാ. എടാ ഷിൻജാനെ എണീക്കടാ. ഷിൻജാനെ ഷിൻജാനവിടെ. എടാ ഞാൻ ഇന്നലെ അവനെ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഞാൻ വിചാരിച്ച അവൻ നേരത്തെ കിടന്ന് ഉറങ്ങിയെന്ന്. അവൻ എല്ലാ ദിവസവും നേരത്തെ കിടന്ന് ഉറങ്ങണാണ്. എണീക്കണ സമയത്ത് താമസിക്കാനും കുറേ സമയം എടുക്കും. ഇതിപ്പോൾ അവൻ എണീറ്റില്ല ഇതുവരെയായിട്ട്. ഇവ പോയി. ഇന്നലെ അവൻ കട്ടിലുണ്ടായിരുന്ന. ഇന്നലെ ഫ്രാങ്ക്ലിന് ഒട്ടും ബോധമല്ലായിരുന്നു. കണ്ണുപോലെ നേരെ കണ്ടിടായിരുന്നു. ഷടാ ഷിൻജാനോടെ പോയി. ഷിൻജാനെ കൂട്ടാതാണെങ്കിൽ സിനിമയ്ക്ക് പോയി. ഇനി അവൻ എങ്ങനെ പിണങ്ങിപ്പോയി അവളെടുത്തും. ഷിൻജാനെ ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഷാൻ്റെ അപ്പോ എവിടെ പോയി ഗൈസ്? ഇവിടെ ഒന്നും കാണാനില്ല കേട്ടാ. ഷിൻജാനെ ഇവിടെ ഒന്നും കാണാനില്ല. എൻ്റെ അമ്പച്ചി ഇവിടെ ഒരുത്തനെ കാണാനില്ല. അപ്പം ഞാനും കൂടെ വേണ്ട ഇടിച്ചിക്കണം. ഒന്നാമത് എനിക്ക് വയ്യ. ഷിൻജാനിത് ഇവിടെ പോയിടേ. എന്ത് കഷ്ടമാണല്ലോ. ഷിൻജാനെ എന്തായാലും വിളിച്ചോക്കാം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്. ഷിൻജാൻ ഫോൺ എടുക്കണില്ലല്ലോ. എന്താവസ്ഥയാണ്. എടുക്കടാ ഷിൻജാനെ എടുക്കടാ. ഫോൺ എടുക്കടാ ഗൈസ്. ഷിൻജാൻ ഫോണും എടുക്കണല്ലോ ഒന്നും എടുക്കണില്ല. ഇതെന്താണ് ഷിൻജാൻ ഇതപ്പം എവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ആവും. വെളിയിലെല്ലാം പോയതായിരിക്കും. ഓക്കെ അവൻ വല്ല പള്ളിയിലും വല്ലതും പോയതായിരിക്കും രാവിലെ തന്നെ. ഓക്കെ സാധാരണ ഇങ്ങനെ ഒരു ഇതില്ല അവനൊക്കെ. അവൻ എണീക്കണത് തന്നെ രാവിലെ 12 മണിക്ക് കണക്കാണ്. ഓക്കെ രാവിലെ 11 മണിക്ക് കണക്കാണ് അവൻ എണീക്കണമെന്ന് വെച്ചാൽ. ഓക്കെ അവൻ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ ഞാൻ ഇന്നലെ അവനെ ശ്രദ്ധിച്ചേ ഇല്ല കേസ്. ഓക്കെ ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും കുറച്ച് നേരം എന്തായാലും ഇരിക്കാൻ കഴിയുന്നില്ല. അവൻ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യുക. വെളിയിലെല്ലാം പോയതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫുഡ് വല്ലതും അടിക്കാൻ പോയതായിരിക്കും. ഓക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ കേസ് നമ്മുടെ ഫ്രാങ്ക്ലിന് ഇപ്പോൾ ഫുള്ളായിട്ട് എന്നാലും ഡ്രസ്സെല്ലാം മാറി ഫുൾ എന്നാലും ഫ്രഷ് ആയിട്ട് എന്നാലും ഉണ്ട്. ഓക്കെ പക്ഷെ ഇതുവരെയായിട്ട് ഷിൻജാൻ വന്നില്ല കേസ്. ഇപ്പോൾ മണി ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇവ എണീക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് അവനെ കണ്ടില്ല കേസ്. ഓക്കെ ഷിൻജാൻ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ ഫോൺ എടുക്കണമില്ല. ഞാൻ 10-20 പ്രാവശ്യം വിളിച്ചോക്കെ. നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടെ വിളിക്കാം. ഷിൻജാൻ ഫോൺ എടുക്കണില്ലല്ലോ. എന്താണ് എടാ എടുക്കടാന്ന്. ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ഫോൺ എടുക്കാതെ. ഗൈസ് ഷിൻജാൻ ഫോൺ എടുക്കില്ല. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അവന്. എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ BMW നൈസർ എന്തായാലും എടുക്കാം ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും BMW എടുത്തോണ്ട് എന്തായാലും നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും പോകാം. എനിക്ക് തോന്നുന്ന കേസ് ആരും അവനെ കിഡ്നാപ്പ് ചെയ്യാനാണ് എന്തായാലും ചാൻസ് കാണാൻ കൂടുതലെന്ന് പറയണത്. ഓക്കെ എന്തായാലും നമ്മുടെ ഗ്രാനി നമ്മുടെ ഗ്രാനി കണക്ക് എന്തായാലും വീട്ടിലെന്തായാലും ഇല്ല കേട്ടാ. നമ്മുടെ ഗ്രാനി അതേപോലെ തന്നെ ഗ്രാനിയുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്തായാലും ഒരു
ട്രിപ്പിനുകളൊക്കെ എന്തായാലും പോയേക്കാണ് കേട്ടോ. നമ്മുടെ ഗ്രാനികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഇല്ല. ഓക്കെ, ഗ്രാനിയുടെ കുറച്ച് പഴയ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ട്രിപ്പിനുകളൊക്കെ എന്തായാലും പോയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് എന്തായാലും ഗ്രാനി എന്തായാലും വീട്ടിലില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ടൈഗറും എന്തായാലും വീട്ടില്ല കേസ്. നമ്മുടെ ഗ്രാനിയുടെ കൂടെ എന്തായാലും അവനും കൂടെ എന്തായാലും ട്രിപ്പിന് പോയി. കാരണം വെച്ചാൽ ഗ്രാനി എന്തായാലും അവന് ഒരുപാട് ഫുഡൊക്കെ എന്തായാലും കൊടുക്കും കേസ്. ഓക്കെ, നമ്മളെ പോലെ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവൻ ഗ്രാനിയുടെ കൂടെ പോയി കേസ്. ഓക്കെ, ഗ്രാനി അപ്പോൾ വീട്ടിലില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, ഷിൻചാനന്മാർ എങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട് കേസ്. ആരും അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നേരെ ഇപ്പോൾ എന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോകാം കേസ്. ഞാൻ എന്തായാലും എൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ഒരു ഷോർട്ട് കട്ട് പോലത്തെ വഴിയുണ്ടൊക്കെ അവിടെ ഏതാണ് ലെസ്റ്ററിങ്ങളൊക്കെ ഇപ്പോൾ ഫ്ലാറ്റിലുള്ള താമസം മാറി വീട്ടിലോട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, ഇതാണ് അവൻ്റെ വീടെന്ന് പറയണം. ഓക്കെ, ലെസ്റ്ററിൻ്റെ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ലെസ്റ്റർ ഇവിടെ ഉണ്ടാകുന്നു, അവൻ്റെ കാറ് കാണാനില്ല, മിക്കവാറും ബാക്കിലുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറാം. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ കൂടെ എന്തായാലും നമ്മുടെ ഷിൻചാൻ്റെ നമ്പറിങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് എന്തായാലും പറയാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഷിൻചാൻ്റെ നമ്പറിങ്ങളൊക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ട്രാക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഷിൻചാൻ്റെ നമ്പറിങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ കാണിക്കണം എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ജുറാസിക് പാർക്കില്ലേ, ജുറാസിക് പാർക്കിൻ്റെ അകത്തുള്ള ഒരു വീട്ടിലുകളൊക്കെയാണ് നമ്മുടെ ഷിൻചാൻ്റെ നമ്പറിങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും കാണിക്കണേന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ നമ്മുടെ ഒരു നമ്പറിങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷനുകൾ കിട്ടിയിട്ടുണ്ട്. ജുറാസിക് പാർക്കിൻ്റെ അകത്തുള്ള ഒരു വീട്ടിലുകളൊക്കെയാണ് ആ ഒരു ലൊക്കേഷനുകളെ കാണിക്കണം. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പേ എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും ഉണ്ട് കേസ്. എന്തോ ഒരു ആവശ്യത്തിന് എന്തോ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേസ്. ഓക്കെ, ജുറാസിക് പാർക്കിൻ്റെ അകത്ത് വീടാ. ഓ, നമ്മൾ പോയിട്ടുണ്ട് അവിടെ എപ്പോഴും ഒരിക്കൽ. ജുറാസിക് പാർക്കിൻ്റെ അകത്തുള്ള ഒരു വീട്ടിലാണ് ലൊക്കേഷൻ കാണുന്നത്. എൻ്റെ മോനെ കേസ്, നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കണക്ക് എന്തായാലും കാണാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ജസ്റ്റ് എന്തായാലും നമ്മുടെ സ്നൈപ്പർ എടുത്ത് എന്തായാലും ജസ്റ്റ് എന്തായാലും നോക്കിയൊക്കെ കേട്ടോ. നമുക്ക് എങ്ങനെയും ഷിൻചാനെ രക്ഷയാണ്. ഇത് തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പാതിരാത്രി എന്തിനാണ് അവൻ പോണത്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ സ്നൈപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ച് എന്തായാലും ജസ്റ്റ് എന്തായാലും നോക്കി നോക്കാം. വീട് എവിടെയാണ്? ഓക്കെ, വീട് ഇവിടെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്നൈപ്പറിൻ്റെ സ്കോപ്പ് എടുത്ത് ജസ്റ്റ് എന്തായാലും നോക്കുക കേസ്. ഇതാണ് വീടെന്ന് പറയണത്. ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിൻചാനെ പോലെ ആരും ഇവിടെ നിപ്പുണ്ട് കേട്ടോ. അതാരാണെന്നൊന്നും എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും BMW എടുത്തോണ്ട് നേരെ എന്തായാലും ആ വീട്ടിലോട്ട് എന്തായാലും പോവാം കേസ്. എന്തായാലും നമ്മുടെ ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയത് തന്നെ എല്ലായിടത്തിനും അടിച്ച് നോക്കുന്നതാണ് കേസ്. എന്നിട്ട് നമ്മളെന്തായാലും അവനെ എന്തായാലും രക്ഷിക്കുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് നേരെ എന്തായാലും പോവാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മളങ്ങനെ നേരെ എന്തായാലും ജുറാസിക് പാർക്കിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഷിൻചാനെ രക്ഷിക്കണം കേസ്. ഓക്കെ, അല്ലാതെ വേറെ വഴിയിലൊക്കെ നമ്മുടെ ഈ ഷിൻചാനെ തട്ടിക്കൊണ്ട് ഗ്യാങ് എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ പണിയാണ്. ഓക്കെ, നമ്മൾ ലെസ്റ്റർ വേറൊരു കാര്യം കൂടെ പറയും. നമ്മുടെ ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്താണ് ഈ ഒരു വീട് മിക്കവാറും നമ്മുടെ മാഫിയയുടെ വീടായിരിക്കും എന്നാണ് നമ്മുടെ ലെസ്റ്റർ ഞങ്ങൾക്ക് പറയണമെന്ന് വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാഫിയരോടെ എന്നാലും നമ്മുടെ ഫ്രാങ്ക്ലിനും കണക്ക് എന്നാലും വലിയൊരു ശത്രുതയും കണക്ക് ഏതായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും മാഫിയയും കണക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്നാണ് നമ്മുടെ ലെസ്റ്ററും കണക്കെ എന്നാലും പറയണമെന്ന് പറയണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വണ്ടി എന്തായാലും അകത്ത് കയറ്റണം. നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും വെളിയിൽ കണക്കണ എന്തായാലും പാർക്ക് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി കണക്ക് എന്തായാലും ഇവിടെ എന്തായാലും ജസ്റ്റ് എന്തായാലും പാർക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ വീടിൻ്റെ അകത്തോട്ട് നമ്മളെന്തായാലും വണ്ടി കയറ്റാനുള്ള ലൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഈ ഒരു മതിൽ കണക്കെ നല്ല ചാടാൻ പറ്റുമോ? മതിൽ ചാടാൻ പറ്റുമോ ലൈസ്? ഓക്കെ, നല്ല ഹൈറ്റിലാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കണം. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു വീട്ടിൽ കയറാം. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ വീട് വന്നിട്ടുണ്ട് എന്തോ ഒരു ഇതിന്. ഓക്കെ, നമുക്ക് നേരം നമ്മുടെ ഗണ്ണുകളൊക്കെ എന്തായാലും കൈ വെച്ചേക്കാം. ഓക്കെ, മിക്കവാറും ഇതിൻ്റെ അകത്ത് ഷിൻചാൻ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ ഇത് വലിയൊരു വീടാണ് കേട്ടോ. നമ്മൾ വീടിന് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, ഷിൻചാൻ എവിടെയെങ്കിലും ഉണ്ടാകുന്നോ? ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും കയറാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നെ രക്ഷിക്കും ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഷിൻചാനെ നീ എവിടെയാടാ? ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഏറ്റവും മുകളിലാണ് ഞാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇഞ്ഞു വാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഇവിടെ കുറച്ച് പേര് നിപ്പുണ്ട്. ആടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, നിന്നെ ആരുടെ തട്ടിക്കൊണ്ട് പോയത്? ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ മാഫിയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയ മാഫിയ. ഞാനാണെങ്കിൽ വീട്ടിൽ TV കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ബർമുട പോലത്തെ എന്തോ ഒരു സാധനം എൻ്റെ തലയിലിട്ട് എൻ്റെ കണ്ണ് ഫുള്ള് മൂടിക്കെട്ടി.
പിന്നെ അവന്മാർ എൻ്റെ മോന്തൊക്കെ ഇട്ട് നോക്കി ബേസ്ബോൾ ബാറ്റില്ലേ ബേസ്ബോൾ ബാറ്റ് ബേസ്ബോൾ ബാറ്റ് നോക്കി ഒറ്റ അടിയെന്ന്. അങ്ങനെ എൻ്റെ ബോധം പോയി. ഞാൻ എന്നിട്ട് കണ്ണു തുറന്നപ്പോഴാണ് ഈ വീട്ടിൽ ഇവിടെ എന്നെ കെട്ടി വെച്ചേക്കണേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്നെ രക്ഷിക്ക്, ഫ്രാങ്ക്ലിൻ ചേട്ടാ പ്ലീസ്, ഫ്രാങ്ക്ലിൻ ചേട്ടാ. ആടെ ഷിൻചാനെ ഞാൻ നിന്നെ രക്ഷിക്കാടാ. എടാ ഷിൻചാനെ പെട്ടെന്നോ, എടാ അവിടെ നിൽക്കണം. ഗൈസ് ഇവിടെ ഇപ്പം നൈസായിട്ട് പണിപ്പാളി ഗൈസ്. ഇവിടെ ഇപ്പം ഇവന്മാരിങ്ങളൊക്കെ നൈസായിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടാ. എടാ നീ ഷിൻചാനെ തട്ടിക്കൊണ്ടോ നോക്കുകയാണല്ലേ ഞങ്ങളുടെ ഷിൻചാനെ. ആരെ ഷിൻചാൻ? ഷിൻചാൻ എൻ്റെ അനിയനാണ്, അല്ല നിന്റെ അനിയനല്ല. അത് തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവന്മാരെ എല്ലാത്തിനും അടിച്ചു നോക്ക്. ആടെ ഷിൻചാൻ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്, ഇന്നാ പിടിച്ചോ. എല്ലാത്തിനും അടിച്ചു നോക്കണേ. എൻ്റെ ഷിൻചാനെ തട്ടിക്കൊണ്ട് അത്രയ്ക്ക് ധൈര്യം തന്നെ കക്ക. ഇപ്പം കാണിച്ചു തരാടാ ഷിൻചാനെ, പെട്ടെന്നോടാ. ഇവന്മാരെല്ലാത്തിനും അടിച്ചു നോക്കുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവന്മാർ വലിയൊരു ഗ്യാങ്ങാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. പക്ഷെ എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്സാണ് ഞാൻ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമായിരുന്നു. ഫ്രാങ്ക്ലിൻ ചേട്ടാ എവിടെയാണ് കയറി പോണോ? എടാ ഷിൻചാൻ ഇത് എന്ത് വീടാടാ. പക്ഷെ എൻ്റെ അമ്പോ ഞാൻ ഇതാ സ്റ്റെപ്പിൽ ഇതാ സിനിമയിൽ വീണ പോലെ താണ്ട ഉരുണ്ടുരുണ്ടാ പോണേ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ കുഴപ്പമില്ല, വാ. ആടെ ഷിൻചാനെ പെട്ടെന്നോടാ. പക്ഷെ എൻ്റെ പൊന്നെ എന്താ അവസ്ഥയാണല്ലേ. ഷിൻചാനെ തട്ടിക്കൊണ്ടോ നോക്കി. ഈ ഫ്രാങ്ക്ലിൻ ഇവിടെയാണ് പോണേ, എനിക്കറിഞ്ഞൂടാ. ഇതിപ്പോൾ എവിടെയാണ്? നമ്മളിതാ വീണ്ടും സെക്കൻഡ് ഫ്ലോറിൽ ഏതൊരു പോർഷനിലെത്തി. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ ഒന്ന് മര്യാദയ്ക്ക് പോ. എടാ ഷിൻചാനെ നീ എവിടെടാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ താഴെ എത്തി, പെട്ടെന്നാ. ആടെ ഷിൻചാനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോണതിന് മുമ്പ് ഈ വീട് മൊത്തത്തിലൊന്ന് നശിപ്പിക്കാം, ഒന്നും ബാക്കി വെക്കണ്ട. എൻ്റെ ഷിൻചാനെ തട്ടിക്കൊണ്ട് നോക്കിയതാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ മാഫിയയുടെ ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്തെങ്കിലും ശത്രുത ഉണ്ടോ? ഇല്ലടാ ഷിൻചാനാ, എനിക്ക് ഇവന്മാരോട് ഒരു ശത്രുതയല്ല. പിന്നെ എന്തിനാണ് ഇവന്മാർ എൻ്റെ പുറകെ പറഞ്ഞതെന്നാണ് എനിക്കറിഞ്ഞൂടാത്തത്. നമ്മുടെ ലെസ്റ്ററാണ് പറഞ്ഞ മിക്കവാറും മാഫിയ ആയിരിക്കുമെന്ന്. കാരണം ഈ വീട് മാഫിയയുടെ എന്നാണ് കുറേ പേരൊക്കെ പറയണത്. അതിപ്പം പറ്റൂല, കാരണം നമ്മൾ ഈ വീട് മൊത്തത്തിൽ പൊട്ടിക്കാനായിട്ട് പോകണം. ഇവിടെ ഇനി ഒന്നും വേണ്ട, ജുറാസിക് പാർക്കിൽ ഡൈനോസർ മാത്രം മതി. എടാ ഷിൻചാനെ വെളിവാടാ, ഞാൻ ഈ വീട് മൊത്തം കത്തിക്കാമാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഫുള്ളൊക്കെ പൊട്ടിക്ക്, ഇനി ഈ വീട് ഇവിടെ വേണ്ട. എൻ്റെ പൊന്നെ വീട് പൊട്ടിത്തെറിച്ച് തവിട് പൊടിയായി. എടാ ഷിൻചാനെ പെട്ടെന്ന് വേണം, നമുക്കിടുന്ന് എസ്കേപ്പ് ആവാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. ഓക്കെ നമ്മുടെ ഷിൻചാനെങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോകളൊക്കെ ആയിരുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആരും നമ്മുടെ ചാനലിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞാൻ വിളിച്ചത് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നത്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.